റാപ്പർ വേടന് പുലിപ്പല്ല് സമ്മാനമായി നൽകിയ രഞ്ജിത്ത് കുമ്പടിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലാണ് മറുതലങ്ങളിലേക്ക് വനംവകുപ്പിന്റെ തെളിവ് ശേഖരണം. തൃശൂർ വിയൂരിലെ ജ്വല്ലറിയിൽ നിന്നായിരുന്നു പുലിപ്പല്ല് വെള്ളിയിൽ കെട്ടി നൽകിയത്. വേടനുമായി തെളിവെടുപ്പ് നടത്തിയ വനംവകുപ്പ് ജ്വല്ലറി ഉടമയായ സന്തോഷ് കുമാറിന്റെ മൊഴിയും ശേഖരിച്ചു. യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ലോക്കറ്റ് നിർമ്മിച്ച് നൽകിയതെന്നും വേടനെ തനിക്ക് മുൻപരിചയമില്ലായിരുന്നുവെന്നുമാണ് ജ്വല്ലറി ഉടമ വ്യക്തമാക്കിയത്. അതൊന്ന് ലോക്കറ്റ് അതിൽ ഹുക്ക് പിടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു. ഇതിപ്പോൾ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ പ്ലാസ്റ്റിക്കിലൊക്കെ വരുന്നുണ്ടല്ലോ, നമ്മളെന്താണെന്ന് അറിയില്ലായിരുന്നു. വേടനാണ് ഈ വ്യക്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് മൗനാണ് കണ്ടപ്പോൾ പറഞ്ഞത് റാപ്പറാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് ഓർമ്മയില്ല, വാങ്ങിക്കാൻ വന്നത് പുള്ളി ഉണ്ടായിരുന്നു. കേസിൽ ജ്വല്ലറി ഉടമയായ സന്തോഷിനെ വനംവകുപ്പ് സാക്ഷിയാക്കിയേക്കുമെന്നാണ് വിവരം. അതിനിടെ തൃശൂരിലെ കോലഴിയിലെ വേടന്റെ വീട്ടിലും വനംവകുപ്പ് തെളിവെടുപ്പ് നടത്തി. വീട്ടുകാരെ ചോദ്യം ചോദിച്ച് ഉപദ്രവിക്കരുതെന്നായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ വേടന്റെ പ്രതികരണം. തെളിവെടുപ്പ് പൂർത്തിയാക്കി വേടനെ ജയിലിൽ പ്രവേശിപ്പിച്ചു. കേസിൽ വേടന്റെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുക. സീ മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.